ഹായ് കൂട്ടുകാരെ, കർക്കിടക മാസം കഴിയാനായില്ലേ? എല്ലാവരും മലക്കറികളൊക്കെ കൂട്ടിയിട്ടുണ്ടാവൂലേ? കർക്കിടക മാസത്തിൽ തീർച്ചയായും കൂട്ടേണ്ട ഒരു ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് കേട്ടോ എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, കടിത്തുമ്പ അല്ലെങ്കിൽ കടിത്തൂവ അല്ലെങ്കിൽ ചൊറിയണന്നൊക്കെ അറിയും. കർക്കിടത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇലക്കറിയാണ് കേട്ടോ അത്. ഈ കടിത്തുമ്പ കിട്ടാൻ പ്രയാസമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പറമ്പുകളിലും അടുക്കളമുറ്റത്തും ഒക്കെ കാണാം. തൊട്ടടം ചൊറിയണോണ്ട് അധികം ആരും ഇതങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇത് പറിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് കവർ അങ്ങനെ കയ്യിലിട്ട് പറിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. വേഗം തന്നെ അത് വെള്ളത്തിൻ്റെ അടിയിൽ കഴുകി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചൊറിച്ചിലൊക്കെ മാറും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. കടിത്തുവ പറിക്കുമ്പോൾ നമുക്ക് മൂത്ത ഇല എടുക്കണ്ട കേട്ടോ. പിന്നെ അത് തന്നെയല്ല, നമുക്ക് അതിൻ്റെ തണ്ട് ഒഴിവാക്കിയിട്ട് ഇല മാത്രം എടുത്തിട്ട് അരിഞ്ഞ് തോരൻ്റെ പാകത്തിന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി തോരനിലേക്ക് ആവശ്യമുള്ള ഒരു സവാളയും കാന്താരി മുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മൺചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കടുക് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് വഴറ്റി കൊടുക്കാം. വഴന്നു വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഈ കൊടിത്തുവയുടെ ഇല നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇലയ്ക്ക് വളരെയധികം ഔഷധ ഗുണമുണ്ട് കേട്ടോ. നമുക്ക് വിട്ടുമാറാത്ത ആസ്മ, വാദം, സന്ധിവേദന, പിന്നെ മുടികൊഴിച്ചിൽ, പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ വളരെ ടേസ്റ്റിയും ഔഷധ ഗുണമുള്ള ഈ ഇലത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ കൂട്ടാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യണേ. പിന്നെ നിങ്ങളിത് എവിടെ കണ്ടാലും വിടില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്ക് ടാറ്റാ ബൈ ബൈ.